വികസിത കേരളം എന്നത് കേവലം BJPയുടെ ഒരു മുദ്രാവാക്യമല്ല. വികസിത കേരളം എന്നത് ഓരോ മലയാളിയുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ദൗർഭാഗ്യവശാൽ 6 പതിറ്റാണ്ട് പിന്നിട്ട കേരളത്തിലെ ഐക്യ കേരളത്തിലെ ഇടതു വലത് മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല. അത് ഇനി ഈ കേരളത്തിൽ നടപ്പാക്കാൻ BJPക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ വികസിത കേരളം എന്നുള്ള ഒരു സ്വപ്നം മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങളുടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ മുദ്രാവാക്യമായിട്ട് വികസിത കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് വികസിത കേരളം? അതാണ് പ്രധാനം. ഒന്ന്, തൊഴിലില്ലാത്ത യുവാക്കളെ സംരക്ഷിക്കാൻ ഒരു വികസിത കേരളം വേണം. കടക്കണിയിൽ 5 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലേക്കാണ് കേരളം നിവധിച്ചിരിക്കുന്നത്. 3.25 ലക്ഷം മലയാളികളുള്ള കേരളത്തിൽ 5 ലക്ഷം കോടി രൂപയുടെ കടമെന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാമല്ലോ നമ്മൾ എത്രത്തോളം ദുരിത കയത്തിലാണെന്ന്. അങ്ങനെ കടമില്ലാത്ത, കടമുക്തി നേടുന്ന കേരളം, യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന കേരളം, വ്യവസായങ്ങൾ വരുന്ന കേരളം, ഇവിടുത്തെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിദേശത്തേക്കുള്ള പലായനം തടയുന്ന കേരളം, സമ്പൂർണ്ണ വൈഭവത്തിലേക്ക് എത്തുന്നൊരു കേരളം. ആ കേരളമാണ് BJPയുടെ വികസിത കേരളം എന്നുള്ള ലക്ഷ്യം. വികസിത കേരളത്തിന് ജാതിയില്ല, വികസിത കേരളത്തിന് മതമില്ല, വികസിത കേരളത്തിന് പ്രാദേശികതയില്ല. വികസിത കേരളമാണ് യഥാർത്ഥ മതേതരത്വം. വികസിത കേരളമാണ് യഥാർത്ഥത്തിൽ ഇൻക്ലൂസീവ്നെസ്. അതാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് നടപ്പാക്കാൻ BJPക്ക് അല്ലാതെ ആർക്കും സാധിക്കില്ല. കാരണം ഇന്ത്യയിൽ 11 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും പിന്നോക്കമായ 5ാമത്തെ രാജ്യമായിരുന്ന ഇന്ത്യയെ 11 വർഷം കൊണ്ട് ലോകത്തിലെ 4ാമത്തെ വൻ ശക്തിയാക്കി മാറ്റിയ വികസന നായകൻ നരേന്ദ്രമോദി BJPയുടെ വികസിത കേരള മുദ്രാവാക്യത്തിനോടൊപ്പമുണ്ട്. കേരളത്തെ വികസിതമാക്കാൻ നരേന്ദ്രമോദിയുടെ പിന്തുണയുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയുണ്ട്. BJP ഭരിക്കുന്ന ഇന്ത്യയിലെ 20-ൽ പരം വരുന്ന സംസ്ഥാനങ്ങൾ വികസനത്തിൽ വലിയ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തെ വികസിപ്പിക്കാൻ BJPക്ക് മാത്രമേ സാധിക്കൂ. നരേന്ദ്രമോദിയുടെ പിന്തുണയോടുകൂടി മാത്രമേ സാധിക്കൂ. അതിവിടുത്തെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ബോധ്യം വന്നിരിക്കുന്നു. അതാണ് ഒരു വശം. രണ്ടാമത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100 വർഷം പിന്നിട്ടു കമ്മ്യൂണിസ്റ്റ് ചരിത്രം. ആ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിനിടയിൽ ലോകത്ത് ഒരു പഞ്ചായത്ത് പോലും വികസിത പഞ്ചായത്താക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക ചരിത്രത്തിൽ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 35 വർഷം ബംഗാൾ ഭരിച്ചു, BJP 25 വർഷം ഗുജറാത്ത് ഭരിക്കുന്നു. അത് തമ്മിലൊരു താരതമ്യം മാത്രം മതി. ബംഗാളികൾ ഇന്ന് ഇവിടെ വന്ന് കൂലിപ്പണി ചെയ്യുന്നു, ഗുജറാത്തികളാരും ഇവിടെ വന്ന് കൂലിപ്പണി ചെയ്യാൻ വരുന്നില്ല. ഈ ബംഗാളികളെ കൂലികളാക്കി മാറ്റിയത് 35 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. ത്രിപുരയെ അധോഗതിയിലാക്കിയത് 25 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക ചരിത്രത്തിൽ അവർ ഭരിച്ച ഒരു സ്ഥലവും ഒരു വികസന സ്ഥലമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. സിംഹവാലൻ കുരങ്ങ് നാമാവിശേഷമാകുന്നത് പോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പിണറായി വിജയനിലൂടെ അത് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി ഒരു വികസിത കേരളം സ്വപ്നം കാണാൻ പറ്റില്ല. 40 വർഷം കേരളം ഭരിച്ച കമ്മ്യൂണിസ്റ്റുകാരന് വികസിത കേരളം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ വികസിത കേരളം യാഥാർത്ഥ്യമാകില്ല എന്നെല്ലാവർക്കും അറിയാം. കോൺഗ്രസ് പാർട്ടിയാണെങ്കിലോ കേരളത്തിലും അധികാരത്തിലില്ല, കേന്ദ്രത്തിലും അധികാരത്തിലില്ല. കേന്ദ്രത്തിൽ കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാരുണ്ടായിരുന്നു. കേരളത്തിന് വേണ്ടി ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല. അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും സ്വയം നശിച്ചിരിക്കുന്നു. ഇവിടെ അഴിമതി മുക്തമായി വികസനയുക്തമായ ഒരു ഭരണം നടത്താൻ നരേന്ദ്രമോദി ഒരു സക്സസ്ഫുൾ ഗ്ലോബൽ ലീഡറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ സക്സസ്ഫുൾ ഗ്ലോബൽ ലീഡറുടെ നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകുന്ന വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ഞങ്ങൾ സാക്ഷാത്കരിക്കും. കേരളത്തെ പഴയതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതിയുള്ള, ആരോഗ്യരംഗത്ത് മേന്മയുള്ള, സർവ്വ ഹ്യൂമൻ റിസോഴ്സിനെ സമ്പൂർണ്ണമായിട്ടും ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തുന്ന സമ്പന്നമായ ഒരു കേരളമായിട്ട്, സംസ്കാര സമ്പന്നമായ മറ്റൊരു കേരളമായിട്ട്, നവോത്ഥാനത്തിൻ്റെ ശംഖുലികൾ വീണ്ടും ഉയരുന്നൊരു പുതിയ കേരളം BJPയുടെ വികസിത കേരളത്തിലൂടെ സൃഷ്ടിക്കപ്പെടുമെന്നുള്ള ഒരു ആത്മവിശ്വാസം മാത്രമാണ് വരും തലമുറയ്ക്കായിട്ട് കേരളത്തിലെ BJPക്ക് പകർന്നു നൽകാനുള്ളത്.